ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല. തലസ്ഥാനം ഇപ്പോൾ ബി.ജെ.പിക്ക് തീറെഴുതി കൊടുത്തു. ആദ്യത്തെ ബി.ജെ.പി മേയറെ കൊണ്ട് തിരുവനന്തപുരം വാഴിച്ചും കഴിഞ്ഞു. ആര് എന്ന് ചോദിച്ചാൽ തലസ്ഥാന നഗരി ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കി ബി.ജെ.പിക്ക് വഴി തുറന്നു വെച്ചു കൊടുത്ത ആര്യ രാജേന്ദ്രനും CPM-ഉം. അടുത്തത് തൃശൂർ അങ്ങ് എടുത്തോണ്ട് പോയി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തലകുത്തി മറിഞ്ഞ് വിചാരിച്ചിട്ടും കാര്യമില്ല, കേരളത്തിനൊന്നും കിട്ടാനില്ല. എയിംസ് വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് തരൂർ പറഞ്ഞതുപോലെ കൊല്ലം കുറേയായി. എന്നിട്ട് എന്താ വരാത്തത്? തൃശ്ശൂരിൽ വന്നോ? ഇല്ല. ആലപ്പുഴയിൽ വന്നോ? ഇല്ല. എവിടുന്ന്? പക്ഷേ മേനി പറഞ്ഞു കൊടിയും പിടിച്ച് നടക്കുന്നതല്ലാതെ ഒന്നും കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ തമിഴ്നാടിന് വരെ അതിവേഗ റെയിൽവേ പട്ടികയിൽ ഉണ്ട്. പക്ഷേ കേരളമില്ല. അതാണ് അവസ്ഥ. 2026 ഫെബ്രുവരി 1 ചരിത്രത്തിൽ ആദ്യമായി ഒരു ഞായറാഴ്ച രാജ്യം കേന്ദ്ര ബജറ്റിനായി കാതോർക്കുകയായിരുന്നു. അണിയറയിൽ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ തമിഴ്നാടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന കാഞ്ചീപുരം സാരിയിൽ തിളങ്ങിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കേരളത്തിന്റെ കണ്ണുകൾ ആ ബജറ്റ് പെട്ടിയിലായിരുന്നു. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന ഒരു ഹൈസ്പീഡ് റെയിൽവേ എന്ന സ്വപ്നം ഇത്തവണയെങ്കിലും യാഥാർത്ഥ്യമാകുമെന്ന് മലയാളികൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇതിനായി മെട്രോമാൻ E ശ്രീധരൻ സമർപ്പിച്ച ബദൽ നിർദ്ദേശങ്ങൾ കേന്ദ്രം ഗൗരവമായി പരിഗണിക്കുന്നു എന്ന വാർത്തകൾ ആ പ്രതീക്ഷകൾക്ക് വലിയ ആവേശം പകരുകയും ചെയ്തിരുന്നു. നിലവിലെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാങ്കേതികമായി കൂടുതൽ പ്രായോഗികമായ E ശ്രീധരന്റെ പദ്ധതിയെ കേന്ദ്രം ഏറ്റെടുക്കുമെന്നും അതിന് പച്ചക്കൊടി കാണിക്കുമെന്നും ഓരോ മലയാളിയും പ്രത്യാശിച്ചിരുന്നു. സഭയിൽ ബജറ്റ് പ്രസംഗം ആരംഭിച്ചു. ഓരോ പ്രഖ്യാപനങ്ങളും രാജ്യം ആകാംക്ഷയോടെ കേൾക്കുകയും ചെയ്തു. റെയിൽവേ വികസനത്തിന് വൻ ഊന്നൽ നൽകിക്കൊണ്ട് 7 പുതിയ അതിവേഗ റെയിൽ ഇടനാഴികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുരി എന്നിങ്ങനെ വികസനത്തിന്റെ പുതിയ പാതകൾ ഓരോന്നായി സഭയിൽ മുഴങ്ങി. എന്നാൽ പ്രസംഗം അവസാനിക്കാറായിട്ടും ആ പട്ടികയിൽ കേരളം എന്ന പേര് മാത്രം ഉയർന്നു വന്നില്ല. വിഴിഞ്ഞം പദ്ധതിക്കും മറ്റും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും കേരളം നെഞ്ചിലേറ്റി അതിവേഗ റെയിൽവേ എന്ന സ്വപ്നം ഇത്തവണയും കടലാസിൽ പോലും ഇടം പിടിക്കാതെ പോയി. മെട്രോമാൻ E ശ്രീധരൻ മുന്നോട്ട് വെച്ച സിൽവർ ലൈനിന് പകരമാകുന്ന സെമി ഹൈസ്പീഡ് പാതയോടുകൂടിയ റെയിൽവേ വിപ്ലവത്തിന് കേന്ദ്രവിഹിതം ലഭിക്കുമെന്ന് സംസ്ഥാനം ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നിടത്താണ് ഈ അവഗണനയും തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നത്. പ്രതീക്ഷകൾ തകർന്ന ആ നിമിഷം ലോക്സഭ സാക്ഷ്യം വഹിച്ചത് അസാധാരണമായ പ്രതിഷേധത്തിനായിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒന്നടങ്കം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുകയും അവിടെ ഡെസ്കിൽ കൊട്ടുകയും ചെയ്തു. നീതിക്ക് വേണ്ടിയുള്ള മുറവിളികളായിരുന്നു ആ ഹാളിനുള്ളിൽ പ്രതിധ്വനിച്ചത്. കേരളം കേരളം എന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് സഭ അങ്ങനെ പ്രകമ്പനം കൊണ്ടു. തങ്ങളുടെ ആവശ്യങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഡെസ്കുകളിൽ അടിച്ചുകൊണ്ട് MP-മാർ പ്രതിഷേധവും ഘടിപ്പിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾ അതിവേഗ റെയിൽ ഇടനാഴികൾ കുതിച്ചുപായാൻ ഒരുങ്ങുമ്പോൾ മെട്രോമാൻ സമർപ്പിച്ച പ്രായോഗികമായ പദ്ധതികൾ പോലും പരിഗണിക്കാതെ കേരളത്തെ മാത്രം എന്തിനവഗണിക്കുന്നു എന്ന ചോദ്യം അവിടെ ഉയർന്നുകൊണ്ടേയിരുന്നു.